സംസ്ഥാനത്ത് 1 പവൻ സ്വർണ്ണവില ഇപ്പോഴും ഉയർന്ന നിലയിൽ തുടരുകയാണ്. ദീർഘകാലയളവിൽ സ്വർണ്ണത്തിന് ഇങ്ങനെ വില കുതിക്കുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതായത് ഗ്രാം വില 27,000-ന് മുകളിലാകുമെന്നും അങ്ങനെ പവൻ വില 2 ലക്ഷത്തിന് മുകളിലെത്തുമെന്നും പ്രവചനങ്ങളുണ്ട്. സ്വർണ്ണവിലയ്ക്ക് ഇതെന്ത് സംഭവിച്ചു? സാധാരണഗതിയിൽ ഇറാൻ-ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതോടെ സ്വർണ്ണവില റോക്കറ്റ് വേഗത്തിൽ കുതിച്ചുയരുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. പ്രവചനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. യുദ്ധം നടക്കുമ്പോൾ സ്വർണത്തിന് വില കുത്തനെ ഇടിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കുറച്ചു ദിവസമായി കാണുന്നത്. ഇതാദ്യമായാണ് യുദ്ധം ആരംഭിച്ചതു മുതൽ ക്രമാതീതമായി സ്വർണ്ണവില താഴേക്ക് കൂപ്പുകുത്തുന്നത്. സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മാത്രമല്ല, വ്യാപാരം കുറഞ്ഞു നിൽക്കുമ്പോൾ വിലയും കുത്തനെ കുറയുന്നത് വലിയ നഷ്ടത്തിലേക്ക് ചെന്നെത്തിക്കുമെന്നും വ്യാപാരികൾ പറയുന്നു. എന്നിരുന്നാലും വലിയ ഇടിവൊന്നും സ്വർണ്ണവിലയിൽ സംഭവിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും പവൻ വില ഇപ്പോഴും 1 ലക്ഷത്തിന് മുകളിൽ തുടരുകയാണ്. ഒരു പവന് നിലവിൽ 1,20,000-ന് മുകളിൽ നൽകേണ്ടി വരും. അതായത് നികുതിയും പണിക്കൂലിയും എല്ലാം ചേർത്താൽ ഒരു പവൻ വാങ്ങണമെങ്കിൽ 1,35,000 നൽകേണ്ടി വരും. മാത്രമല്ല, സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വർണത്തിന് പെരുമ ഉയർന്നിരുന്നു. എന്നാൽ ഹോർമുസ് കടലിടുക്ക് അടച്ച നടപടി എണ്ണവില വർധനവിന് വഴിവെച്ചു. ഇത് യുഎസിലടക്കം അവശ്യ വസ്തുക്കളുടെ വില ഉയരാൻ കാരണമായി. പക്ഷേ ഇപ്പോഴുള്ള കുറവ് ആശ്വസിക്കാൻ പറ്റില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. സ്വർണ്ണവിലയിലെ ഇടിവിന് കാരണമായ പല ഘടകങ്ങളുണ്ടെങ്കിലും അതിനേക്കാൾ ഇരട്ടിയായി വില കൂടാനുള്ള സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതായത് ദീർഘകാലയളവിൽ സ്വർണത്തിന് വില കുതിക്കുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ സ്വർണ്ണവില $10,000 എത്തുമെന്നാണ് പ്രവചനങ്ങൾ. ഭൗമരാഷ്ട്രീയപരമായ വെല്ലുവിളികളും കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണശേഖരവുമാണ് ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി പറയുന്നത്. അതായത് അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് സ്വർണത്തിന് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആവശ്യം കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ വില ഉയർത്തിയിട്ടുമുണ്ട്. സ്വർണത്തിന്റെ പുനർമൂല്യനിർണ്ണയം മറ്റൊരു ഉത്തേജകമായി മാറുമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ സ്വർണ്ണവില ക്രമാതീതമായി വർദ്ധിക്കും. പല കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്ന പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. യുക്രൈൻ റഷ്യൻ സംഘർഷത്തിനിടെ 2022 റഷ്യയുടെ വിദേശ നാണയ കരുതൽ ധനം മരവിപ്പിച്ചതിനു ശേഷമാണ് ഈ ഒരു രീതി ശക്തിപ്പെട്ടത്. വേൾഡ് ഗോൾഡ് കൗൺസിൽ ഡാറ്റ പ്രകാരം G7 ബ്ലോക്കിന് പുറത്തുള്ള കേന്ദ്ര ബാങ്കുകൾ ഓരോ പാദത്തിലും തുടർച്ചയായി സ്വർണം വാങ്ങുന്നുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം കൊണ്ടും സ്വർണം ഇനിയും വീണ്ടും കുതിച്ചുയരുമെന്ന സാഹചര്യം തന്നെയാണ് കാണുന്നത്. ഒരുപക്ഷെ സ്വർണത്തിൽ ഒരു ഏകീകരണം സംഭവിച്ചിരിക്കാം. എന്നാലും അത് അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. മാത്രമല്ല, വലിയൊരു വെല്ലുവിളി നേരിടേണ്ട സാഹചര്യമുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. സ്വർണത്തിൽ ലാഭമെടുപ്പ് സംഭവിക്കും. സ്വാഭാവികമായി അത് വില കുറയാൻ കാരണമാകും. എന്നാൽ ദീർഘകാല നിക്ഷേപകർ സ്വർണത്തിൽ തന്നെ തുടരുമെന്നാണ് പറയുന്നത്. ഇത് ഒരുപക്ഷെ സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾക്കും വഴിവെച്ചേക്കും. എന്നിരുന്നാലും ആഗോള സാഹചര്യങ്ങൾ കാരണം സ്വർണ്ണവിലയിൽ കുതിപ്പ് തന്നെയാണ് കാണുന്നത്. നിലവിൽ $5,200 ആഗോളതലത്തിൽ സ്വർണം രേഖപ്പെടുത്തുന്നത്. കേരളത്തിൽ അങ്ങനെ വരുമ്പോൾ 1,20,000 രൂപയാണ് വില വരുന്നത്. അങ്ങനെ ഔൺസിന് $10,000 ആയാൽ ഗ്രാം വില 27,000-ന് മുകളിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ സ്വർണത്തിന് ഒരു പവൻ വില വരുന്നത് 2,15,000 രൂപയായിരിക്കും. എന്തായാലും ആഗോള സാഹചര്യങ്ങൾ സ്വർണത്തിന് കരുത്തുകൂട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. നിലവിലെ സ്ഥിതിഗതികൾ നോക്കുമ്പോൾ സ്വർണ്ണവില എന്തായാലും 2 ലക്ഷം കടക്കാൻ അധികം വൈകില്ലെന്നാണ് പ്രവചനങ്ങൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.